ചരിത്രപ്രസിദ്ധമായ ആലപ്പാട് സംഘത്തിൻ്റെ ശബരിമല യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് തന്നെ നമ്മുടെ ദേശനാഥനായ ആലപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുന്നിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സ്വാമിമാരും രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം ഭഗവാന്റെ നിർമ്മാല്യ ദർശനവും കണ്ട് തൊഴുതതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ എല്ലാവരുടെയും ഇരുമുടിക്കെട്ട് വിരിവെച്ച് ഇറക്കി വെച്ചത് നമ്മുടെ ഗജമണ്ഡപത്തിലാണ്. അപ്പോൾ നമ്മൾ ഗജമണ്ഡപത്തിലേക്ക് എത്തി. നമ്മൾ ചെന്നപ്പോഴേക്കും എല്ലാവരും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ഇരുമുടിക്കെട്ട് അവിടെ നിന്നും ഭഗവാന്റെ മുന്നിൽ നിന്നും എടുത്ത് നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഏകദേശം ഓച്ചറ വരെ നടന്നിട്ട് കാൽനടയായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഈ വാദ്യമേളങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കലാകാരന്മാർ കുറച്ച് നേരവും കൂടി ഭഗവാന്റെ മുന്നിൽ കൊട്ടി നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഈ കിടക്കുന്ന വാഹനങ്ങൾ അപ്പോൾ എന്തിനാണ് എന്നൊരു ചോദ്യം വരാം. കാര്യം കാൽനടയായിട്ട് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഓച്ചറ വരെയാണ് നമ്മൾ കാൽനടയായിട്ട് പോകുന്നത്. അതിനുശേഷം ഈ വാഹനങ്ങളിലായിട്ട് അതാത് ടീം തിരിഞ്ഞ് നമ്മൾ ഈ ഓരോ വാഹനങ്ങളിലായിട്ടാണ് പിന്നീടുള്ള അങ്ങോട്ടുള്ള യാത്രകൾ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഓച്ചറ വരെ കാൽനടയായി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറുതും വലുതുമായ കുറേ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നും ക്ലിയറായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് സ്രായിക്കാട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറേ സ്വാമിമാർ ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചവരുണ്ട്. കുറച്ച് പേരൊക്കെ പുറത്ത് റെസ്റ്റ് എടുത്തു. കാര്യം കുറച്ച് ദൂരം നടന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 100ഓളം സ്വാമിമാർ ഉള്ള ഒരു സംഘമാണ് ഓച്ചറ വരെ ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വേണം. അപ്പോൾ ആ ഇടയ്ക്കുള്ളവർ ഇവിടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ശേഷം നമ്മുടെ യാത്ര ആലപ്പാട് നിന്നും തുടങ്ങിയ ആ യാത്ര നമ്മൾ ഇപ്പോൾ പൂക്കോട്ട് ദേവീക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പന്തലൊക്കെ കെട്ടി അയ്യപ്പൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ വിരിവെക്കും. ഇവിടെ വിരിവെച്ച ശേഷം ഇവിടെ നമുക്ക് പ്രഭാത ഭക്ഷണം പറഞ്ഞിട്ടുണ്ട് ഈ സംഘത്തിനുള്ളവർക്ക്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഇരുമുടിക്കെട്ട് നമ്മുടെ ഭഗവതിയുടെ മുന്നിൽ ഒരു വിരിവെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ വിരിവെക്കുന്നു. ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് യാത്ര തുടരും. അപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഏകദേശം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടിരുന്ന ആ ഒരു ഏരിയയിൽ ഏകദേശം ഫുള്ള് ആളായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് കഞ്ഞിയും പയറും ഒക്കെയാണ് രാവിലത്തെ ഭക്ഷണമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഘത്തിലുള്ള സ്വാമിമാരാണ് എല്ലാവരും കഞ്ഞി കുടിച്ച് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളും പോയി നമ്മുടെ ആഹാരം എടുത്തുകൊണ്ട് വന്നു, കഞ്ഞി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ രാവിലെ എല്ലാവരും കഞ്ഞി കുടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മളും അവിടെ നിന്നും കഞ്ഞി കുടിച്ചു. അതിനുശേഷം നമ്മൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി നമ്മൾ കുറേ നടന്നു. നമ്മൾ പിന്നീട് കുറച്ച് സമയം നമുക്ക് ദൃശ്യങ്ങളൊന്നും പകർത്താൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മളിതാ ഓച്ചറ എത്തി. ഇപ്പോൾ ഏകദേശം ഒരു 11:30 മണിയോട് അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓച്ചറ മഹാദേവൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ വിരിവെക്കും. അതിനുശേഷം നമ്മൾ ഭഗവാനെ ഒരു തേങ്ങയൊക്കെ അടിച്ച് നമ്മളിവിടെ തേങ്ങയടിച്ച് അതിനുശേഷം നമ്മളിവിടെ നിന്നാണ് ഫ്രഷ് ആകുന്നത്. ഒന്നുകൂടി നമ്മളൊന്ന് ഫ്രഷ് ആവും. അപ്പോൾ നമ്മളിതാ ഭഗവാന്റെ മുന്നിലെത്തി. അവിടെ വിരിവെച്ച് നമ്മുടെ കലാകാരന്മാർ അവസാനത്തെ കലാശക്കൊട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. കാര്യം ഇവർ നമ്മുടെ കൂടെ ഈ വാദ്യഘോഷങ്ങൾ ഈ ഒച്ചറ സന്നിധി വരെ ഉള്ളൂ. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ കണ്ട ആ വാഹനങ്ങളിലേക്ക് എല്ലാവരും സ്പ്ലിറ്റായിട്ട് നമ്മൾ മാറും. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു. നമ്മൾ നമ്മുടെ വാഹനത്തിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ യാത്ര നമ്മുടെ യാത്ര തുടങ്ങി ആദ്യം പോകുന്നത് ചെങ്ങന്നൂരിലേക്കാണ്. അപ്പം എല്ലാവരും ആ ഒരു നടത്തത്തിൻ്റെ ക്ഷീണത്തിലൊക്കെയാണ്. അതുമാത്രമല്ല അവരുടെ സീറ്റ് അറേഞ്ച് ചെയ്യുന്നു, പിന്നെ റെസ്റ്റ് എടുക്കുന്നവരുണ്ട്, സീറ്റ് അറേഞ്ച് ചെയ്യുന്നവരുണ്ട്. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. ചില ആൾക്കാരൊക്കെ ഉറങ്ങുന്നവരുണ്ട്. കാര്യം ഇത് സത്യത്തിൽ ഈ യാത്ര തുടങ്ങുന്നത് തന്നെ ജനുവരി 6 രാത്രിയോട് കൂടിയാണ്.
അപ്പോൾ നമ്മുടെ വീട്ടിൽ കെട്ട് മുറുക്കിയത് ഏകദേശം ഒരു 7-7:30 കൂടിയാണ്. അപ്പോൾ അതുപോലെ രാത്രി 1 മണി വരെയും ഒക്കെ കെട്ട് മുറുക്കിയവരുണ്ട്. എന്നുവെച്ചാൽ 1 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വന്നവരുണ്ട്. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസവും നമുക്ക് നമ്മുടെ അവിടെ ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ ഉറക്കക്ഷീണം എല്ലാവർക്കും ഉണ്ട്. അപ്പം ഒരുവിധപ്പെട്ട എല്ലാവരും ഉറങ്ങുന്നു. ബാക്കിയൊക്കെ ഇരിക്കാൻ പറ്റുന്നവരൊക്കെ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ ചെങ്ങന്നൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഉച്ചയോടുകൂടി ഏകദേശം ചെങ്ങന്നൂർ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെങ്ങന്നൂർ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വണ്ടി നിർത്തി. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ സാധാ ഊണാണ് കേട്ടോ മേടിച്ചത്. അത്യാവശ്യം ഏകദേശം ഒരു 10ഓളം ഉള്ള തൊടുകറികളും പപ്പടവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഊണ് തന്നെ നമുക്കിവിടെ നിന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. നമ്മളിനി വാഹനത്തിൽ കയറാൻ പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇനി ഇച്ചിരി നേരം അവിടെ പോയി നമ്മൾ റെസ്റ്റ് എടുക്കും. അങ്ങനെ നമ്മളിതാ ചരിത്ര പ്രസിദ്ധമായ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അധികം താമസിയാതെ, അതായത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവിടെ ഉത്സവത്തിന് കൊടിയേറും. അപ്പോൾ നമ്മളിതാ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ആലപ്പാട്ടരയന്മാർക്ക് ഈ പറയുന്ന ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രവുമായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് ശ്രീ പാർവതീ ദേവിയെ മഹാദേവൻ ചെങ്ങന്നൂരിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവരുന്നത് തന്നെ ദേവിയെ ആലപ്പാട് ആ കാലത്തുണ്ടായിരുന്ന അവിടുത്തെ രാജാവിൻ്റെ മകളായിട്ട് പാർവതീ ദേവി ജനിക്കുകയും ആ ദേവിയെ മഹാദേവൻ അവിടെ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു എന്നുള്ളൊരു ഐതിഹ്യവും, ഇത് ഐതിഹ്യമായിട്ട് മാത്രം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നതല്ല. പാർവതീ ദേവി ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ആ വീടും കൊട്ടാരവും ഒക്കെ നമ്മുടെ ഈ ആലപ്പാട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരിക്കൽ നമുക്കതിനെപ്പറ്റി പറയാം. അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി. നമ്മൾ അവിടെ വിരിവെച്ച് അവിടെ കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി, അതായത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ എല്ലാ വർഷവും ഇവിടെ വന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മളിവിടെ എത്തും. നമ്മളപ്പോൾ ഇവിടെ വിരിവെക്കും. വിരിവെച്ച ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം സാധാരണ നമ്മൾ ഇവിടെ കുളക്കടവിലും ആറിലൊക്കെ പോയി കുളിക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം അതിന് സാധിച്ചില്ല. പക്ഷേ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായി. നമ്മുടെ ഒരു കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും അനിയനുമൊക്കെ ഒരു സ്വാമിയുടെ ഫോണ് നേരത്തെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയെടുത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയി. സത്യം പറയുമ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരിക്കാൻ പോലും അവൻ സമയം തന്നില്ല എന്നുള്ളതാണ്. ആ കെട്ടൊന്ന് താത്ത് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ അടുത്ത ഓട്ടം വന്നു. അങ്ങനെ നമ്മൾ നേരത്തെ ഉച്ചഭക്ഷണം കഴിച്ച ഹോട്ടലിൽ ആ റെസ്റ്റോറൻറ്റിൽ ആ ഫോണുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ എത്താറായി. ഏകദേശം അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററിന് അടുത്ത് ഉള്ള യാത്രയുണ്ടായിരുന്നു. ഓട്ടോക്കാരുമായൊക്കെ ഭയങ്കരമായൊരു തർക്കത്തിന് ശേഷമാണ് ഒരു ഓട്ടോക്കാരൻ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അത് റേറ്റിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. പുള്ളിയോട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ശേഷം ഓടി അകത്തേക്ക് കയറി. കാര്യം അധികം നമുക്ക് ടൈം കളയാനില്ലല്ലോ. കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇവരുമായിട്ട് നമ്മളൊരു തർക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഓട്ടോ വിളിച്ചിട്ട് വന്നത്. അപ്പോൾ ഇനി അവരെ അവിടെ നമ്മൾ പോസ്റ്റ് ആക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നു, കാര്യം പറഞ്ഞു. നമ്മുടെ ഫോൺ നമുക്ക് അവിടെ നിന്ന് എന്തായാലും തിരിച്ച് കിട്ടി. അപ്പോൾ ഈ ഫോൺ പോയി എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പം ആ വണ്ടിയിലോട്ട് കയറുമ്പോൾ ആളുടെ മുഖത്ത് ആ സന്തോഷമൊന്ന് കാണേണ്ടതാണ്. കാര്യം ഈ ഫോണ് ആദ്യം പോയി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്ന ബസ്സിലൊക്കെ പോയി തപ്പി. അപ്പോൾ നമുക്ക് കിട്ടിയില്ല, അവിടെ ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ വിളിച്ച് നോക്കിയപ്പോഴാണ് ഈ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഫോൺ കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങോട്ട് ഓട്ടോയിൽ വരുന്നത് വരെയും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സന്ധ്യയോടുകൂടി ഭഗവാനെ ദർശിച്ച്, നമുക്ക് അകത്തൊന്നും ഒരു ദൃശ്യവും പകർത്താൻ സാധിക്കില്ല, അറിയാമല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മളതുകൊണ്ട് തന്നെ അതൊന്നും പകർത്തിയില്ല.
അതിനുശേഷം നമ്മളിത് അവിടെ നിന്ന് യാത്ര തുടങ്ങി. വൈകുന്നേരത്തോടു കൂടി നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. നമ്മൾ ഇനി പോകാൻ പോകുന്നത് ആറന്മുളയിലേക്കാണ്. ഇന്നത്തെ ദിവസം, അതായത് 7-ാം തീയതി എന്ന് പറയുന്ന ഈ ദിവസം നമ്മൾ വിരിവെക്കുന്നത്, അതായത് രാത്രിയിൽ ഉറങ്ങുന്നത് ആറന്മുളയിലാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് യാത്ര പറഞ്ഞ് നമ്മുടെ വാഹനത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ കുറച്ച് നടക്കണം, കുറച്ച് അങ്ങോട്ട് നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ വാഹനം കിടക്കുന്ന ഭാഗത്തേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ നമ്മുടെ വാഹനത്തിൽ കയറി അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് വണ്ടിക്കകത്ത് മിക്കവാറും കഴിഞ്ഞ വർഷവും ഇതൊരു പതിവായിരുന്നു. കാര്യം നമ്മുടെ കുട്ടികൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ലേസറും ലൈറ്റും കാര്യങ്ങളും എല്ലാം സൗണ്ടും എല്ലാം വെച്ച് നമ്മൾ ആഘോഷമായിട്ട് ഡാൻസ് കളിച്ച് സന്തോഷമായിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. കാര്യം ഇപ്പോഴേ നമുക്കിത് പറ്റും. തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൈം കിട്ടുമെങ്കിലും നമുക്ക് നേരെ ചുവേ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിത് ആറന്മുളയിലെത്തി. നമ്മൾ വണ്ടി കൊണ്ടിട്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തത്തിലാണ്. സാധാരണ നമുക്ക് വരുന്ന വഴിക്ക് നമ്മൾ എവിടെന്നെങ്കിലും കഴിച്ചിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ വന്നു കഴിക്കാനുള്ളൊരു സ്ഥലത്ത് തിരക്കിയിട്ട് നമുക്ക് ഫുഡ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് വന്നു. അതിനുശേഷം നമ്മളൊരു ചെറിയൊരു ഹോട്ടലിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും കഴിക്കുന്നത് പൊറോട്ടയും വെജിറ്റബിൾ കറിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് സാധാരണ നമുക്ക് വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാവും. വെജിറ്റബിൾ കറി എന്ന് പറയുന്നത് സെപ്പറേറ്റ് കറി നമുക്കുണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് അതൊന്നും കിട്ടിയില്ല. നമ്മൾ സാമ്പാറും ചമ്മന്തിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ കിടക്കാൻ വേണ്ടി നമ്മുടെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കിടക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ പോയി. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. നമ്മൾ നേരെ കയറി ചെന്നപ്പോൾ അവിടെ നമുക്ക് കിടക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്വാമിമാർ നേരത്തെ തന്നെ വന്ന് അവിടെ അവരുടെ സ്ഥലം പിടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കിടക്കാൻ സ്ഥലം കിട്ടിയില്ല. എല്ലാവരും വന്ന് നല്ല ഉറക്കത്തിലായവരുണ്ട്, ഉറങ്ങാൻ തയ്യാറെടുക്കുന്നവരുണ്ട്, പിന്നെ വീടുകളിലേക്ക് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് വന്ന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങി വന്ന് നമുക്ക് കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേജിനകത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ യാത്ര നമ്മളിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം.